ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുച്ചിരിപ്പട്ടണം എന്ന പുസ്തകമായിട്ട്. ഇത് മലയ പബ്ലിക്കേഷൻസിന്റെ പുതുമുഖ സീരീസിലെ ഒന്നാമത്തെ ബുക്കാണ്. അതായത് അഷ്റഫ് തമ്മാലിപ്പറമ്പിൽ എന്ന് പറഞ്ഞ എഴുത്തുകാരന്റെ ആദ്യത്തെ പുസ്തകം. പക്ഷെ ഇത് വായിച്ചിട്ട് പലരും നമ്മളോട് വിളിച്ചു ചോദിച്ചിട്ടുള്ളത് ഇത് ഇദ്ദേഹത്തിന്റെ ശരിക്കും ആദ്യത്തെ പുസ്തകമാണോ എന്നായിരുന്നു. കാരണം അതിനുമാത്രം റിസർച്ചും വർക്കും ഈ വർക്കിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. ചരിത്രത്തിന്റെ ഒരു കഥ പറച്ചിലാണ് മുച്ചിരിപ്പട്ടണം. ഇതൊരു ഹിസ്റ്റോറിക്കൽ ഫാന്റസി. പക്ഷെ ഇത് വായിക്കുമ്പോൾ ഇത് സത്യമാണോ മിഥ്യയാണോ എന്നുവരെ നമ്മൾ ആലോചിച്ചു. അത് വാസ്കോ ഡ ഗാമ കേരളത്തിൽ വന്ന എന്തായിരുന്നു? കച്ചവടത്തിനായിരുന്നു എന്നൊക്കെ നമ്മൾ പണ്ട് ഹിസ്റ്ററിയിലൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് മാത്രമല്ലായിരുന്നെങ്കിലോ? ആ യാത്ര ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢതകളെ പറ്റിയുള്ള അന്വേഷണമാണ് ഈ പുസ്തകം. ഫസ്റ്റ് നോവൽ ആളുകളിലേക്ക് എത്തിപ്പെടാൻ കുറച്ച് സമയമെടുക്കും. പക്ഷെ ഇത് വായിച്ച എഴുത്തുകാരും വായനക്കാരും വളരെ രസകരമായിട്ടുള്ള കുറെ റിവ്യൂസ് നമുക്ക് അയച്ചിട്ടായിരുന്നു. അപ്പൊ അതിലെ കുറച്ച് റിവ്യൂസാണ് ഞാനിവിടെ വായിക്കാൻ പോകുന്നത്. ഈ റിവ്യൂസ് എല്ലാം ഫേസ്ബുക്കിൽ പോയാൽ മുഴുവനായിട്ട് വായിക്കാം. ഞാനത് മുഴുവനായിട്ട് വായിക്കുന്നില്ല. ഞാൻ അതിലെല്ലാം ചില വരികൾ മാത്രമേ വായിക്കുന്നത്. ചരിത്രാഖ്യാനങ്ങൾ അത്ര കണ്ടെന്ന വായനയെ ഹരപിടിപ്പിക്കാറില്ല. പക്ഷേ പ്രതീക്ഷകൾക്ക് വിഭിന്നമായി ഓർമ്മകൾ നിറഞ്ഞ ചരിത്രമെഴുത്തിലൂടെ അസലൊരു കഥ ഇടചേർത്ത് തുന്നിവച്ചിരിക്കുകയാണ് കഥാകാരൻ. ചരിത്രമെഴുത്തുകളിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് ഭാഷ്യവും അവതരണം. കഥാകാരൻ അതിൽ വളരെയധികം ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള കഥാകാരന്റെ ശ്രമത്തെ പ്രശംസിക്കാതെ വയ്യ. സൂക്ഷ്മമായ വായനയിലൂടെ മാത്രമേ ഇങ്ങനൊന്ന് എഴുതാനാവൂ. ഇതിന് പിന്നിലെ എഫേർട്ട് എത്രയായിരിക്കുമെന്ന് ഊഹിക്കാനാവും. ഹാറ്റ്സ് ഓഫ് ടു യു.